നമസ്കാരം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇവിടെ വന്നതെങ്കിൽ ഇപ്പോൾ കാണണ്ട കേട്ടോ. കാരണം വാഷ്റൂം കഴുകുന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ സമയം പോലെ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ്, ആഴ്ചയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായിട്ട് കഴുകലാണോ, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ടോയ്ലറ്റായിട്ട് കഴുകലാണോ? ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 3 വാഷ്റൂമാണ് ഉള്ളത്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോന്നിന്ന് അങ്ങ് കുളിക്കും. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ആ ബാത്റൂം അങ്ങ് കഴുകിയിട്ട് അവിടെ നിന്ന് കുളിക്കും. അങ്ങനെയാകുമ്പോൾ വലിയൊരു ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷാംപൂ സാഷയില്ലേ, അത് 2 പാക്കറ്റ് എടുത്തിട്ട് അതുകൊണ്ടാണ് കഴുകാറുള്ളത്. അപ്പോൾ എല്ലാ ബാത്റൂമും നല്ല നീറ്റായിട്ടിരിക്കും. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ബാത്റൂം കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഇതുപോലുള്ളൊരു ബക്കറ്റിലാണ് ഇട്ട് വെക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം 3 ടോയ്ലറ്റിലും കഴുകാൻ വേണ്ടി ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് 3 സെപ്പറേറ്റ് വേണമല്ലോ, അത് അവിടെ തന്നെ ഇങ്ങനെ 3 ബാത്റൂമിലും വെക്കും. പിന്നെ ഇവിടെ ജനലിൻ്റെ മുകളിലാണ് ഇതൊക്കെ വെക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇത് ഇങ്ങനെയല്ല, കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ടോയ്ലറ്റ് കഴുകുന്നതിന് മുന്നേ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചു. ഇനിയൊരു ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും കല്ലുപ്പ് പൊടിച്ചെടുക്കാറ്, അതുകൊണ്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ അതും. ഇപ്പം ഞാൻ 2 കാര്യങ്ങളാണ് ചേർത്തത്. അതിന് ശേഷം ലിക്വിഡ് ഫോമിൽ 3 കാര്യങ്ങൾ ചേർക്കണം. അതിൽ വിനാഗിരിയില്ലേ, അത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 2 ഷാമ്പൂവിൻ്റെ സാഷെ. ഇതിപ്പം ഷാമ്പൂ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ വിം ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സോപ്പ് പൊടിയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ വഴുക്കൽ കൂടുതലായിരിക്കും. ഷാമ്പൂവിൻ്റെ സാഷയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. വിലയും കുറവാണ്. ഒരു സാഷയ്ക്ക് 1 രൂപയോ 2 രൂപയോ അത്രയല്ലേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ക്ലിനിക് പ്ലസ് എടുത്തത്. പിന്നെ സ്മെല്ലിനായിട്ട് ഒന്നുകിലും നമ്മുടെ കയ്യിൽ പുൽത്തൈലം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കംഫേർട്ട്, ഞാൻ അധികം കംഫേർട്ട് തന്നെ യൂസ് ചെയ്യാറുള്ളത്, നല്ല സ്മെല്ലായിരിക്കുമല്ലോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് വേണ്ട, നമുക്കിപ്പം എപ്പോഴും ടീ ഷൈനോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ അങ്ങനെ അത് മാത്രം എടുത്തിട്ട് കഴുകിയാലേ തൃപ്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതൊരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്. കാരണം നമ്മുടെ വിസർജ്യമൊക്കെ വിഘടിക്കണമെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയ ഫോം ചെയ്യണം. ആ ബാക്ടീരിയ എനിക്ക് തോന്നുന്നു അനറോബിക് ബാക്ടീരിയ ആണെന്ന്. പക്ഷേ ഇതുപോലുള്ള ഹാർപ്പിക്കും ടീ ഷൈനും ഒക്കെ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ ആ ബാക്ടീരിയ നശിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, ക്ലോസറ്റ് എപ്പോഴും ഇങ്ങനെ കുടുങ്ങുന്ന പോലെ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയൊക്കെ ഇല്ലേ, അത് നമ്മുടെ വിസർജ്യം ശരിയായിട്ട് രീതിയിൽ വിഘടിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹാർപ്പിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പം ഞാൻ പറയുന്ന ഈ ഒരു സൊല്യൂഷൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ നല്ല സൊല്യൂഷനാണ്. ഉപ്പ് ചേർത്തത് കൊണ്ട് തുരുമ്പിക്കൊന്നുമില്ല, കാരണം ഞാൻ 2-2.5 വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ്. എനിക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറും ഷാമ്പൂൻ്റെ ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഈ ഒരു ഗ്ലൗസ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഒരുപാടുണ്ടായിരുന്നു, 30-50 അത്രയോ പേരുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്ന്. ആ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് എല്ലാം തീർന്നു. ഇനിയിപ്പോൾ ആദ്യം ഓർഡർ ചെയ്യണം. പിന്നെ ഇതൊന്നും അല്ലാണ്ട് സബീന ഉപയോഗിച്ചിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. പക്ഷേ സബീന ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അത് ഡ്രൈ ആകുമ്പോൾ ടൈലിൻ്റെ അവിടെ എവിടെയായിട്ട് സബീനയുടെ ആ ഒരു വെള്ളപ്പൊടി പോലെ ഉണ്ടാവും. അത് പിന്നെ 1-2 ദിവസം വെള്ളം ഒഴിച്ചിട്ടേ അതങ്ങ് സെറ്റാവും. അങ്ങനെ വേണ്ടവർക്ക് അതും ചെയ്യാം, നന്നായിട്ട് വൃത്തിയാവും കേട്ടോ. പിന്നെ ഈ ഒരു സൊല്യൂഷൻ കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ അധികം ബ്രഷ്, അതായത് ടൈലൊക്കെ തേച്ച് കഴുകാൻ ബ്രഷ് അല്ല യൂസ് ചെയ്യാറുള്ളത്, ഇതുപോലെയുള്ള ലൂഫയാണ്. ലൂഫ വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ, നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ബ്രഷിനേക്കാളും പെട്ടെന്ന് പണി കഴിയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇനി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ലൂഫ വെച്ചിട്ട് കഴുകുന്ന ഏരിയകളൊക്കെ അങ്ങ് പതപ്പിച്ചിട്ടങ്ങ് കഴുകും. ആദ്യം നമ്മൾ ആ ഒരു കണ്ണാടിയിലെ അതും ഇതുപോലെയുള്ള ബ്രഷ് ഹോൾഡറും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ടാപ്പിൻ്റെ ആ ഒരു സ്റ്റീൽ ഭാഗങ്ങൾ, അങ്ങനെ സ്റ്റീൽ ഏരിയയും ഗ്ലാസ് ഏരിയയും പിന്നെ നമ്മുടെ വോൾ ടൈലില്ലേ, അതെല്ലാം ഈ ഒരു ലൂഫ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ലൂഫ ആയതുകൊണ്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ വീണ്ടും പതഞ്ഞ് വരും. ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതുതായിട്ട് നമ്മുടെ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈല് വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള വലിയ ടൈല് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്.
കാരണം ചെറുതാണെങ്കിൽ നമ്മുടെ മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പിലൊക്കെ അപ്പോക്സി ഇടണം, അതും കൂടെ മറക്കല്ലേ. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ കഴിയും ഈ ഒരു വലിയ ടൈലായതുകൊണ്ട്. പിന്നെ നമ്മുടെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബക്കറ്റൊക്കെ കഴുകണം, അല്ലെങ്കിൽ ബക്കറ്റിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വഴുവഴുപ്പുണ്ടാവും. ബക്കറ്റ് കാലിയാക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്. വെള്ളം നിറച്ച് വെക്കുമ്പോഴല്ലേ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇതിലെ വെള്ളം അങ്ങ് കളഞ്ഞ് കാലിയാക്കിയിട്ടാണ് ബക്കറ്റ് വെക്കാറുള്ളത്. പിന്നെ ചിലപ്പം ചിലർക്ക് ഇങ്ങനെ കഴുകുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല, പുറത്ത് വെച്ചിട്ട് കഴുകി നമ്മുടെ വെയിലത്തൊക്കെ ഉണക്കിയിട്ടായിരിക്കും എടുക്കുക. പക്ഷേ ഞാൻ ആ സമയത്ത് തന്നെ അങ്ങ് കഴുകി എടുക്കാറാണുള്ളത്. എൻ്റെ ഈ ഒരു ടോയ്ലറ്റ് കണ്ടവർക്ക് മനസ്സിലാവും, ഇതൊരു സ്ക്വയർ ടൈപ്പ് അല്ല, എൽ ഷേപ്പില്ല. നമ്മൾ വീട് പുതുക്കി പണിയുമ്പോൾ മാറ്റങ്ങൾ വരുത്തിയ കൂട്ടത്തിൽ ഇതിങ്ങനെ എൽ ഷേപ്പ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്, അല്ലാതെ അതായിട്ട് ഡിസൈൻ ചെയ്തൊന്നുമല്ല. പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കുമ്പോൾ, അതായത് നമ്മുടെ ആ ഒരു വാഷ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കാണില്ല. കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങിയതിന് ശേഷം, അതിന് കുറച്ച് നടന്നതിന് പോയാലും മാത്രമേ നമുക്ക് ആ ക്ലോസറ്റ് കാണൂ. അത് ഇപ്പോൾ എനിക്ക് നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മുന്നേ ഒരു ക്ലീനിങ് സെഷനിൽ ആരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, വയസ്സായ അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ക്ലോസറ്റ് കുറേ മാറിയിട്ടാവുമ്പോൾ അവർക്ക് അവിടെ വരെ എത്താൻ ബുദ്ധിമുട്ടല്ലേ എന്ന്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരി അങ്ങനൊരു കാര്യമുണ്ടല്ലോ. കാരണം ഇപ്പം നമുക്കാർക്കും അങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇനി പ്രായമാകുമ്പോൾ അറിയില്ല എങ്ങനെയായിരിക്കും എന്നൊന്നും. ഇപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്, കയറുമ്പം തന്നെ ഇങ്ങനെ ടോയ്ലറ്റ് കാണാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നങ്ങ് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂഫ് വെച്ച് കഴുകുന്ന ഭാഗം, ആ സ്പോഞ്ചില്ലേ നെറ്റ്, അത് വെച്ചിട്ട് കഴുകുന്ന ഭാഗങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ സോപ്പ് സ്റ്റാൻഡൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റാൻഡാണെങ്കിലും ബോക്സിൽ വെക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഏതൊക്കെ ദിവസങ്ങളാണോ ബാത്റൂം കഴുകുന്നത് അപ്പോഴൊക്കെ അത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ സോപ്പിൻ്റെ അംശങ്ങൾ കൂടി ഇങ്ങനെ ഒരു കട്ട പോലെ കിടക്കും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. എപ്പോഴും ആ ഒരു ഭാഗമൊക്കെ നല്ല നീറ്റാക്കി വെക്കേണ്ടതല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്കില്ലേ, വാഷ് ബേസിൻ്റെ താഴ്ഭാഗമൊക്കെ നമ്മളങ്ങ് വൃത്തിയാക്കുക. അവിടെ അഴുക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കണ്ട, കൈ പോകുന്ന സ്ഥലത്തൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഇവിടെ മുകളിൽ വരെ ടൈല് ഒട്ടിച്ചത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൈ കൊണ്ടെത്തില്ലല്ലോ. പക്ഷേ അതിന് വേണ്ടിയിട്ട് തന്നെ ഇതുപോലെയുള്ള ആ ഒരു വലിയൊരു ബ്രഷ് ഞാൻ വാങ്ങിയത്. മുന്നേ ക്ലീനിങ് സെഷൻ കണ്ടവർക്കറിയാം, ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങ് പൊട്ടിപ്പോയ കാര്യം. അതിന് ശേഷം ഞാൻ വാങ്ങിയതാണിത്. അതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നീളമുണ്ട് ഇതിനെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ടോപ്പ് വരെ എത്തും. പക്ഷേ ഇത് നമ്മൾ ലൂഫ വെച്ച് ചെയ്യുന്നത് പോലെ അങ്ങ് പതയില്ലെങ്കിലും എന്നാലും നമുക്ക് ഒന്നങ്ങ് ടച്ച് ചെയ്ത് ഓടിച്ചെന്നങ്ങ് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഹീറ്ററിൻ്റെ ആ ഒരു ഭാഗവും നമ്മുടെ ഷവറും അതെല്ലാം ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്രഷ് അങ്ങനെ ഹാർഡൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഷോപ്പിൽ നമ്മുടെ കാർപ്പറ്റ് പൊടി തട്ടുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ടച്ച് ചെയ്യാനും അതൊന്നും ഓടിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിയത്. പിന്നെ ഈ ഒരു ടോയ്ലറ്റിൽ അങ്ങനെ നമ്മുടെ താഴെയുള്ള ടൈലൊക്കെ ഇല്ല, വലിയ അഴുക്കും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇത് മതിയാകും അവിടെ വൃത്തിയാക്കാനും. അതായത് താഴത്തെ ഫ്ലോർ വൃത്തിയാക്കാനും ഈ ഒരു ബ്രഷ് മതി. നമ്മുടെ ബോൾ ടൈലും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിനില്ലേ, ആ വാഷ് ബേസിൻ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് അതും കൂടെ കഴുകുക. പിന്നെ അതേ ബ്രഷ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ, അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഈ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഉൾവശം തേച്ച് കഴുകാൻ നമുക്ക് വേറെ തന്നെ ബ്രഷ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ്, കാരണം നമ്മൾ ടച്ച് ചെയ്യുന്ന ഏരിയ ആണല്ലോ. ഇനിയിപ്പം അതും കൂടെ അങ്ങ് കഴുകിയെടുത്തതിന് ശേഷം മാത്രമാണ് ഉൾവശം വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ലോഷനില്ലേ നമ്മുടെ ലിക്വിഡ് അതങ്ങ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രഷ്, അതായത് നമ്മൾ ക്ലോസറ്റ് തേച്ച് കഴുകാൻ ഇതുപോലുള്ള റൗണ്ട് ബ്രഷ് തന്നെയാണ് നല്ലത്. നീളത്തിലുള്ള അല്ലെങ്കിൽ വേറെ പല മോഡലുണ്ട്, പക്ഷേ റൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഉള്ളിലെല്ലാം എല്ലാ ഭാഗവും ഇങ്ങനെ അങ്ങ് തിരികിയിട്ട്, അതായത് നമുക്ക് തിരിച്ച് വൃത്തിയാക്കാൻ പറ്റും. ഇതാണ് ബ്രഷുകളിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തായാലും വീട്ടിൽ ആരെങ്കിലും ഒന്ന് വൃത്തിയാക്കേണ്ടതാണ്. പിന്നെ അവരവർ യൂസ് ചെയ്യുന്നത് അവരവർ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പം ഇവിടെ ഞാൻ തന്നെയാണ് എല്ലാം വൃത്തിയാക്കാറുള്ളത്. അയ്യേ ഞാനിതൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ക്ലീൻ ആക്കേണ്ട ഇടം തന്നെയാണ് ഈ ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഇടത്തെ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇടാത്തത് വേറൊന്നുമല്ല, ആ ഗ്ലൗസ് തീർന്നു പോയത്. ഞാൻ പേരിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കീറിപ്പോയപ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു വലത്തെ കയ്യിൽ മാത്രം കാണുന്നത്. നിങ്ങളാരും വിചാരിക്കേണ്ട ഇതെന്തേ ഇടത്തെ കയ്യിൽ ഇടാത്തതെന്ന്. ഞാൻ നേരത്തെ കാണിക്കുമ്പോൾ പറഞ്ഞാണല്ലോ. പിന്നെ ക്ലോസറ്റ് കഴുകുമ്പോൾ അറിയാലോ, എത്ര വെള്ളം ഒഴിച്ചിട്ട് ഷവർ ഇട്ടിട്ട് കഴുകിയാലും നമുക്ക് തൃപ്തിയാവില്ല, കഴുകിക്കൊണ്ടേയിരിക്കും.
പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പം നിലത്തെ ടൈല് മാത്രമേ തേച്ച് കഴുകാനുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. പക്ഷേ വോള് തേച്ചിട്ടിട്ടേ ഉള്ളൂ, അവിടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്ലോസറ്റ് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉരച്ച് വെച്ചിട്ടുള്ള, അതായത് തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷാമ്പൂവിൻ്റെ പതയൊക്കെ ഇല്ലേ ചുമരിൽ, അവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കഴുകും. ഇതിങ്ങനെ നമ്മൾ മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തുക ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിലേക്ക് ആ ഒരു സോപ്പിൻ്റെ പതയൊക്കെ ആവുമല്ലോ. അതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മിക്സ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫ്ലോറിൽ ഒഴിച്ചിട്ട് നിലം അങ്ങ് കഴുകും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞെന്ന് മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വാഷ്റൂമിൽ കുളിക്കുന്നതിൻ്റെ മുന്നേ തേച്ച് കഴുകാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ടോയ്ലറ്റും കൂടെ ഒരുമിച്ച് കഴുകിയിട്ട് അടുത്ത ദിവസം നമുക്ക് അടുത്ത പണിയിലേക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്താറാണ് ഉള്ളത്. നമ്മൾ പതയൊക്കെ താഴേക്ക് വരുമല്ലോ, അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു മിക്സ് താഴെ ഒഴിച്ചിട്ട് താഴെ അങ്ങ് തേച്ച് കഴുകും. ഇവിടെ ഇപ്പം താഴത്തെ ടൈല് മാത്രമാണ് കേട്ടോ, ആഷും വൈറ്റും കോമ്പിനേഷൻ. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ കിച്ചണും ഈ ഒരു വാഷ്റൂമും ഏതാണ്ട് സെയിം കളർ കോമ്പിനേഷനിലാണുള്ളത്. കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഇത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടും ഇതുപോലെ തന്നെ വന്നത്. അങ്ങനെ മഗ്ഗ് കൊണ്ട് വെള്ളം മുക്കി ഒഴിച്ച് വോളിലെ പതയൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി താഴെ മാത്രമാണ് ഉരച്ച് തേച്ച് കഴുകാനുള്ളൂ. ബാക്കിയുള്ള ആ ഒരു സൊല്യൂഷൻ ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവിടെ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം മുക്കി ഒഴിക്കുമ്പോൾ ഹീറ്ററിൻ്റെ മുകളിലൊന്നും അങ്ങനെ അങ്ങ് മുക്കി ഒഴിക്കില്ല, കാരണം കറണ്ടല്ലേ, അവിടെ ഷോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അങ്ങ് മുക്കി ഒഴിക്കാറില്ല. പക്ഷേ ആ ബ്രഷ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പതിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക മാത്രമാണ് ആ ഹീറ്ററിൻ്റെ മുകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അതൊക്കെ ഇനിയിപ്പം എന്താണ് സ്റ്റൂളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം. പക്ഷേ അതൊന്നും ചെയ്യാറില്ല. അതിപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് മൂപ്പരങ്ങ് തുടച്ച് തരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ അങ്ങ് തേച്ച് കഴുകട്ടെ. നിങ്ങൾ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, എനിക്കും കൂടെ അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ ആകെ വെള്ളം എറിഞ്ഞെറിഞ്ഞ് ഞാനും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇതാ മൊത്തം ഒന്നങ്ങ് വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ഷാമ്പൂവിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് തിരിച്ച് വെക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ലൂഫ ഉണ്ടല്ലോ, അതും ഞാൻ ആദ്യം എടുത്ത് മാറ്റിയതാണ്. അതെല്ലാം വെക്കണം, ടർക്കി വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വൈപ്പ് ചെയ്യുന്ന ഒരു രീതിയൊന്നും എനിക്കില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം. പക്ഷേ ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യും, അതുകൊണ്ടൊന്നും വൈപ്പ് ചെയ്ത് ഇടാറില്ല. പിന്നെ ഇവിടെ സബീന ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സബീന വെച്ചിട്ട് ചെയ്യുന്നവർക്കറിയാം, നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും കഴുകിയാലേ അത് പോവും. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കോട്ടെ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്